നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ബീഫ് ഷവർമയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. തംബ്നെയിലൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. നല്ല ഹെവി ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളിപ്പോൾ ഷവർമ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വിചാരമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് സാധനം ചെയ്ത് കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ളൊരു ശൈലി അതിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ്, നമ്മുടേതായിട്ടുള്ള ശൈലിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്നാൽ നേരെ നമുക്ക് ഷവർമ പോയി റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് അങ്ങോട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. അവിടെ ഷവർമയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ കൂട്ടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാലേ അതിൻ്റെ ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ, ബീഫിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. നല്ല കണ്ട കിടിലൻ ബീഫാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ബീഫ് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണമാണ്, ഇതുപോലെ നീട്ടത്തിൽ. അപ്പോൾ നമ്മൾ ബീഫെല്ലാം നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറുതാക്കിയിട്ടില്ല, ഇത് നമുക്ക് കഴുകിയെടുക്കാവേ. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. ഇത് ഇപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ നേരത്താണെങ്കിൽ അത് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. നല്ല രീതിയിൽ നമുക്കൊരു 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തിപ്പം കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇപ്പം മെൽറ്റാവുന്ന നെയ്യാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിപ്പം നമ്മൾ ഈ തവയ്ക്കകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ഇത് ഉരുകി വന്നോളൂ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ബീഫെല്ലാം നല്ല രീതിക്ക് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇതിനകത്തേക്ക് പൊടിച്ചിടാം. ഇത് ശരിക്കും ഇങ്ങനെ ക്രഷ് ചെയ്തിടാനുള്ള ഇതാണ്. ശരിക്കും കുരുമുളക് പൊടി ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതിടാം. അതെ, ഇത് എത്ര നേരം തിരിച്ചാലാണ്. ഇതിങ്ങനെ നല്ല ഓംലേറ്റിലൊക്കെ ഇടാനായിട്ട് അതിനുള്ള സാധനമാണ്. ഞാനൊരു ഷോയ്ക്ക് എടുത്തതെന്നുള്ളൂ. നമുക്ക് കുരുമുളക് പൊടിച്ചതും കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുക്കാം. നമുക്ക് കുറച്ചധികം വേണം. നമ്മളിപ്പോൾ എരിവിന് മെയിനായിട്ട് കുരുമുളകാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഒരുപാട് മസാലാസ് ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കറക്റ്റ് കാറ്റടിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ അണ്ണാക്കിലോട്ട് മുളക് പൊടി വരും കേട്ടോ. അത് മുഖത്തേക്കാണ് പറക്കുന്നുണ്ട്. ഇനി കുറച്ച് നാരങ്ങാ നീരും കൂടെ നമുക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് നമുക്കിതിൽ തിരുമ്മി പിടിപ്പിക്കാം. നമ്മളിതിനകത്ത് ഒരുപാട് ഇത്രയും മസാല ഇടുന്നുള്ളൂ കേട്ടോ, ഒരുപാട് മസാല ഇടുന്നില്ല. ബീഫിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തപ്പോൾ നമ്മൾ ഇത്രയും മസാലയെ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബീഫിനകത്ത് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ബീഫെല്ലാം മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ച് ഇത് ഫ്രൈ അടിച്ചിട്ട് അതൊക്കെ വെച്ചിട്ടാണ് ഫില്ലിങ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്, കിടുമായിരിക്കും. നമുക്കപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് മറ്റേ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല, പക്ഷേ എന്നാലും അതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ നീട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നീട്ടത്തിൽ അരിഞ്ഞ് ഇത് കണ്ടോ, വെള്ളത്തിനകത്ത് ഇങ്ങനെ നല്ല രീതിയിൽ കഴുകി ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് ഇത് നമുക്ക് വെളിയിലോട്ട് ചാടിപ്പോയോ, സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ടവലിലേക്ക് ഇട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ഈ വെള്ളമൊക്കെ പോകുന്ന രീതിക്ക് ഇങ്ങനെ അടച്ചു വെക്കാം. ഇതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് തീയൊക്കെ കത്തിച്ച് അടുത്ത പരിപാടി തുടങ്ങാം.
ഇവിടെ ഇഷ്ടംപോലെ ചാർക്കോൾ ഉണ്ടല്ലോ. അതെ, കരി ഒരുപാടുണ്ട്. അവിടെ ഇപ്പോൾ ഓരോ പ്രാവശ്യം കത്തിക്കുമ്പോൾ ക്ലീൻ ആക്കിയില്ലെങ്കിലേ മര്യാദ കത്തില്ല. അപ്പോൾ നമുക്ക് തീ എളുപ്പം കത്തിച്ചെടുക്കാവേ. ചുള്ളിക്കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം. ഇനി ചട്ടിക്കകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ ടവലിൽ പൊതിഞ്ഞ് വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇത്രയും ഫ്രൈ ചെയ്തിട്ട് ഇത് കോരി മാറ്റുകയാണ്. ഒന്നും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം കേട്ടോ. ആദ്യം പകുതി ഒന്ന് വേവിച്ചിട്ട് നമ്മളിത് കോരി മാറ്റും. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് ഒന്നുകൂടെ വേവിക്കും കേട്ടോ. ഇതൊന്ന് ചൂടാറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കോരി വെച്ചത് തണുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. കണ്ടോ, നമ്മുടെ ഫ്രൈസ് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അറിയുന്നില്ലടാ. പിന്നെ നല്ല ഗോൾഡൻ കളറിൽ ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആദ്യം ഇട്ട ബാച്ച് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ബാക്കി ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എണ്ണ നല്ല ചൂടിലിരിക്കണം. അതിനകത്തേക്കാണ് നമ്മളിതിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് അതാണ് ഞാൻ ഈ 2 പ്രാവശ്യമായിട്ട് എടുത്തത്. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് മെഴുക്ക് വരട്ടി പോലെ ആയി പോകും. അത് ഇതുണ്ടാവില്ല, കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിപ്സ് എത്രത്തോളം ക്രിസ്പിയാണെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാം ഞാൻ. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഉപ്പ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തവയിൽ ബീഫ് അങ്ങോട്ട് കറക്റ്റായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ സാധാ ദോശക്കല്ലാട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ ഒരു മണിക്കൂർ വെച്ച് നല്ല മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തവയിലോട്ട് ബീഫിൻ്റെ ഫാറ്റ് വെച്ച് തന്നെ കേട്ടോ നമ്മളിത് വെക്കുന്നത്. അല്ലാതെ അഡീഷണൽ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ബീഫിൻ്റെ ഫാറ്റ് തന്നെ നമുക്ക് തവയിലോട്ട് വെച്ച് കൊടുക്കാം. ഈ ഫാറ്റ് തന്നെ മെൽറ്റായി ഇറങ്ങിക്കോളൂ. ഇനി നമുക്ക് കുറേശ്ശെ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ബീഫിൻ്റെ നെയ്യ് തന്നെ ഉരുകിയിട്ട് കണ്ടോടാ. നമ്മൾ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. എന്താ സാധനം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് പയ്യെ നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഒരു മിനിറ്റ്. അങ്ങനെ വാരി ഇതിലോട്ട് ഇടാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ബീഫ് കൂടെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ അവസാന ബാച്ചും ഇതാ ഫുള്ള് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയപ്പോൾ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർമ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കലാണ്. ബാക്കി എല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷവർമയുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതാ നല്ല സോഫ്റ്റ് ചപ്പാത്തി ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഇതാ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സവോള, മയോണൈസ് വീട്ടിലുണ്ടാക്കിയതാണ്, ഹണി, പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ എന്നാൽ നമുക്കിത് പരിപാടി തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ബീഫിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹണി ഒഴിക്കാൻ പോവാണ്. ഒരു ഹണിയും ബീഫും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗുമ്മു അറിയില്ലടോ മൊത്തത്തിൽ അല്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ ഇടുന്നത് ആകെ ഒനിയൻ സ്ലൈസ് മാത്രമാണ്, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. ആകെ ഈ നമ്മുടെ സവോള അരിഞ്ഞത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള് നമ്മുടെ ബീഫാണ് ഫില്ലിങ് ഇതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷവർമയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. മയണൈസ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷവർമ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫില്ലിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ചപ്പാത്തി നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ മുകളിൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ. എളുപ്പമാവില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ മുകളിലും മയണൈസ് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അതെ, ഒന്നും നോക്കണ്ട. എല്ലാത്തിനെയും തേച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ വെച്ച് റോൾ ചെയ്യുന്ന ചോദിച്ചോളൂ. ഉണ്ടോ, നമുക്ക് എല്ലായിടത്തും മയണൈസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ് നമ്മുടെ ഈ മയണൈസ് സ്പ്രെഡ് ചെയ്ത ചപ്പാത്തിൻ്റെ മുകളിലേക്ക് വെക്കാം. ഫില്ലിങ് ഒന്നും ഒട്ടും കുറയ്ക്കണില്ല കേട്ടോ, പവറിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഈ മയണൈസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പയ്യെ അങ്ങോട്ട് റോൾ ചെയ്യാം കേട്ടോ. എൻ്റെ മോനെ ഫില്ലിങ് കൂടിപ്പോയോ? ഒരുപാടായിട്ട് ഫില്ലിങ് കുറയാൻ പാടില്ലല്ലോ. ബട്ടർ പേപ്പറിലേക്ക് വേണം നമുക്കിത് റോൾ ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ മണ്ടഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെക്കാം. നമ്മുടെ ഷവർമ റോള് ഒരെണ്ണം റെഡി. അപ്പോൾ ഷവർമ റോള് വേണമെന്ന് പറഞ്ഞിട്ട് അവന് ഒരേ ഉടക്ക് കിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ റോള് തന്നെ 2-3 സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 3 റോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റോള് കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ, ഒരിക്കലും ഇല്ല. അപ്പോൾ റോള് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് പ്ലേറ്റ് ഷവർമ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അപ്പം അടിയിൽ ബേസായിട്ട് ഫുള്ള് ചപ്പാത്തി നമ്മൾ അടുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മയണൈസ് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡാക്കി എടുക്കാൻ വേണ്ടി മയണൈസ് നമ്മൾ ലൂസാക്കി എടുത്താണ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് നമ്മൾ ചെയ്യാറ്. ഇതിപ്പം ഇതിനകത്ത് ഫുള്ള് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും ലൂസായിട്ട് എടുത്താണ്. ഇനി നമുക്കിത് എല്ലായിടത്തും അങ്ങോട്ട് കറക്റ്റായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഫുള്ളൊരു വെറൈറ്റി ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. മൊത്തത്തിൽ നമ്മൾ വെറൈറ്റി ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. ഇത്രയും ഇതിനകത്ത് ഫുള്ള് മയണൈസ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കാം നമുക്ക്. ബീഫൊക്കെ കിടക്കണ കിടപ്പ് വേണ്ട. അപ്പോൾ നമ്മുടെ ഷവർമയൊക്കെ സെറ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കാനായിട്ട് ഒരാളെയും കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. ചെളിക്കാത്ത കുരുണ്ട് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നീ എവിടെ കളിക്കാൻ പോയടാ? നമുക്കിത് കഴിക്കാം. അപ്പോൾ ആദ്യം ഇവന് തന്നെ കൊടുക്കാം. ഇതെന്താ സാധനം എന്നറിയാം എനിക്ക്? എന്നാലും ഷവർമ എന്ന് പറയും. ബീഫ് ഷവർമയാണ്. ഇനിയിപ്പം പയ്യെ കടിച്ച് നോക്കിയിട്ട് പയ്യെ കഴിച്ചാൽ മതി കേട്ടോ. കഴിച്ചിട്ട് നീ അഭിപ്രായം പറഞ്ഞാൽ മതി. നീ ക്യാമറ നോക്കണ്ട, നീ കടിച്ച് നീ ആ ഇത് മര്യാദയ്ക്ക് കഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ
കൈ വെച്ചാൽ മതി. ബീഫ് നമ്മൾ അത്യാവശ്യം വലിയ പീസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബീഫിന് ഒരു കുറവും വേണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. നീ കഴിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇതെന്താ സാധനം അറിയോ? അവൻ്റെ ചോദിക്കേണ്ട ആവശ്യമില്ല. നീ കഴിച്ചോ കേട്ടാ. അഭിപ്രായമൊക്കെ അവൻ കഴിക്കുന്നതിൽ തന്നെ ഉണ്ട്. നമ്മളിനിയിപ്പം പറഞ്ഞു പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് ആൽബിൻ എന്നാണ് കേട്ടോ. നീ എത്രല്ലേ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. നീ ഇനി ഒന്നും നോക്കണ്ട, കഴിച്ചു കേട്ടാ. എടാ ഇവനെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതെ അതെ, നമ്മുടെ അനീഷേട്ടൻ്റെ മൂത്ത മോനാണ് കേട്ടോ. അതെ, അനീഷേട്ടൻ ആരാണെന്ന് അറിയാലോ. ജോളോച്ചിപ്പ് 4 ജോളോച്ചിപ്പ് കഴിച്ചതിൻ്റെ ഇതാണ്. ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ 4 ജോളോച്ചിപ്പ് ഒരാൾ കഴിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സാധനം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീഫ് ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബീഫ് നമ്മൾ അതുപോലെ ഫില്ലിങ് ഇട്ടിട്ടുണ്ട്. വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കഴിക്കാനല്ലേ, അപ്പം നല്ല ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ഷവർമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇതിൽ മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അല്ലേ, വരില്ലേ നീ കഴിച്ചോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും പീസ്. അതാ അത് പേപ്പറാണ്, അത് ഈ കണ്ടോണം കഴിക്കേണ്ട. പേപ്പറോട് തിന്നില്ലേ മയണൈസ്.